വെൽക്കം ബാക്ക് ടു കുട്ടിപ്പട്ടാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ലുലുമാളിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളുടെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. അൺബോക്സിംഗ് എല്ലാം കാണിച്ചു, ഏകദേശം നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മള് എന്തൊക്കെയാ വാങ്ങിയത് കാണിക്കുമെന്ന്. നമ്മള് മെയിൻലി നമ്മള് സ്റ്റേഷനറി ബാക്ക് ടു സ്കൂൾ സംഭവങ്ങളൊക്കെ. അത് മാത്രമല്ല വാങ്ങി. നല്ല മഴയാണ്, നല്ല മഴയാണ്. പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾ ടി വി കണ്ടു കാണും. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ ഓറഞ്ച് അലർട്ടായിരുന്നു, ഇന്ന് ഇപ്പോൾ യെല്ലോ അലർട്ടായി. പിന്നെ നമ്മൾ രാവിലെ തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോവാൻ ചില സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മള് വെളിയിൽ കുറച്ച് ലൈറ്റ് എങ്കിലും കിട്ടും. അഥവാ കറണ്ട് പോയാലും കുഴപ്പമില്ല. കറണ്ട് വന്നോണ്ടാ നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ തുടങ്ങി. കറണ്ട് പെട്ടെന്ന് തന്നെ കാണിച്ചു തുടങ്ങി, ഇല്ലെങ്കിൽ കറണ്ട് അപ്പൊ നേരെ വീട്ടിലോട്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റ് സാധനം. ഇത് കുപ്പിയാണ്, ഇത് എന്റെ കുപ്പിയാണ്, നമുക്കുള്ളതാണ്. സ്റ്റീലിന്റെ കുപ്പിയാണ് കേട്ടോ. ഇത് കുറച്ച് വലുതാണ്. ഞാൻ വാങ്ങിക്കാൻ പോയ സ്ഥലത്തൊക്കെ ഫ്ലാസ്ക് ആയിരുന്നു. നെക്സ്റ്റ് സംഭവം ഈ ഒരു സ്നാക്സ് ബോക്സ് ആണ്. ഇത് ആർക്കാണ് വാങ്ങിയത്? ഇവക്കാണ്. എനിക്ക് ഇതൊരു സ്നാക്സ് ബോക്സ് ആണ്. ഇതിലാണ് സ്നാക്സ് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. സ്നാക്സിന് സെപ്പറേറ്റ് ഒരു പീരീഡ് ഉണ്ട്, നമുക്ക് അങ്ങനെ ഇല്ല. എനിക്ക് 2ാം ക്ലാസ്സിൽ ഒരു പീരീഡ് കഴിഞ്ഞു, 2ാമത്തെ പീരീഡ് കഴിഞ്ഞു സ്നാക്സ് പീരീഡ്. പിന്നെ 3ാമത്തെ പീരീഡ് കഴിഞ്ഞു, 4ാമത്തെ പീരീഡ് കഴിഞ്ഞു ലഞ്ച് പീരീഡ്. അപ്പൊ ഇതാണ് എന്റേത്. എനിക്ക് വാങ്ങുമ്പോൾ ഒരേ കണക്കത്തെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് അറിയാം. ഞാൻ ഇട്ട് 2 ഇട്ട് ഞാൻ നീ ഒരു ബില്ല് ചെയ്തോ എനിക്ക് അറിയില്ല. ഞാൻ ഇട്ട് എന്തായാലും 2. എനിക്ക് നമുക്ക് വലിയ പീരീഡ് ഇല്ലാത്തതുകൊണ്ട് കുറെ സമയമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് കുറേ സമയം കാണും. ഞാൻ ഇത് കുഞ്ഞോണ്ട് കുപ്പിയാണ്. ഞാൻ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു കറക്റ്റ് സൈസ്, ഞാൻ വിചാരിച്ച സൈസ് തന്നെയാണ്. ബട്ട് ഇതല്ല ഞാൻ വിചാരിച്ച കുപ്പി, ബട്ട് ഇത് എനിക്ക് ഇഷ്ടമായി. ഞാൻ വിചാരിച്ച കുപ്പി ഇങ്ങനെ സമയം എഴുതത്തില്ലേ, പെയിന്റ് ഇളകുന്ന സംശയമുണ്ട്. പക്ഷെ ഇങ്ങനെ സമയം എഴുതും. പെയിന്റ് അടിക്കാൻ അതിനുള്ളിൽ ഏതായാലും സ്റ്റീലിന്റെ കളർ. അടുത്തത് ലഞ്ച് ബോക്സ് ആണ്. ഇത് ആർക്കാണ്? ഇതെനിക്കാണ്. അത് ലഞ്ച് ബോക്സ് ഒക്കെ പഴയതായി. അത് കൊച്ചിലത്തെ ലഞ്ച് ബോക്സ് ഒക്കെ. അതായത് എനിക്ക് ഡാൻസ് ഉണ്ടായിരുന്നു. ഡാൻസിന് എനിക്ക് സമ്മാനം കിട്ടിയതായിരുന്നു ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ലഞ്ചിന്. അപ്പൊ ഇത് ക്ലാസിക് പാസ്തയാണ്, സ്പെഗാറ്റിയാണ്. നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവരുണ്ടാക്കിയിട്ടില്ല, ഇവർ കഴിച്ചിട്ടില്ല. നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഈ ബ്രാൻഡ് അല്ല, വേറെ ഒരു ഏതെങ്കിലും ബ്രാൻഡ് ഓഫറിന് വാങ്ങിച്ചില്ല. 2 ഇതാദ്യം ഞാൻ കണ്ടപ്പോ സേമിയൊക്കെ തോന്നിയത്. നെക്സ്റ്റ് നമ്മൾ ബുൾദക്കില തന്നെയാണ്. ഇത് നമ്മള് ബുൾദക്ക് പല ഫ്ലേവർ ട്രൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? പറയാനോ കാർബണേറ, ക്രീമി കാർബണേറ, കൊത്തറോ ചീസ്, ക്രീം, ഹോട്ട് ചിക്കൻ ഫ്ലേവർ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഹോട്ട് ചിക്കൻ ചീസ്, ഹോട്ട് ചിക്കൻ ഫ്ലേവർ മാത്രം. അറിയാമത് റിയൽ കൊറിയന്റെ ആണ്, സംയം ബ്രാൻഡിന്റെ ആയതുകൊണ്ട് തന്നെ ആ ഒരു കെമിക്കൽ ഫ്ലേവർ നമുക്ക് കിട്ടും. ഇങ്ങനത്തെ കുറെ ട്രൈ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ബുൾദാക്കിന്റെ തന്നെ സംയം ബുൾദാക്കാണ്. ഇത് ജഡ്ജിങ് സംയം ബുൾദാക്ക് ഹോട്ട് ചിക്കൻ. ഇതൊക്കെ ഞാൻ കാണിച്ചു തന്നതാണ്. ഞാൻ കൊണ്ടുപോയി കാണിച്ചു. ഇത് ഞാൻ കഴിച്ചിട്ടില്ല, നമ്മൾ കഴിച്ചിട്ടില്ല, പുതിയതായിട്ട് ഇറങ്ങിയതാണ്. ഇത് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഒന്നേ വാങ്ങിച്ചിട്ടുള്ളൂ എനിക്ക്. ആൻഡ് ഇത് ഷിൻറാമൻ ആണ്, കിംചി ഫ്ലേവർ ആണ് കേട്ടോ. ഇതൊക്കെ എഴുതിയിട്ടുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് ഇത് സെയിം കണക്കാണ്, റാമൻ കണക്കാണ്. ആൻഡ് ഇത് എനിക്ക് കുറെ കഴിക്കുന്നത് ആഗ്രഹമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ജിനിയുടെ ഫ്ലേവർ നൂഡിൽസ് ആണ്.
So I want to eat this. ഗൈസ് ഇത് ഇത് പ്രോൺ ചട്നി പൗഡറാണ്. ഗ്രീൻസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനാണ്. ഗ്രീൻസ് ഇത് ചട്നി പ്രോൺസ് ചട്നി പൗഡറാണ്. ഇതും ഗ്രീൻസിന്റെ തന്നെയാണ്. ഇത് ഇഡലി ദോശ. ഇഡലി ദോശ ചമ്മപ്പൊടി ആ ഒരു സംഭവം. ഇതിൽ വെള്ളം ചേർക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൽ വേണം ചേർക്കുന്നത്. ഇവിടെ ഞാൻ കഴിച്ചിട്ടുണ്ട്. നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഒരു ഹാങ്ങർ ആണ്. ഇത് ഡ്രീം പ്ലേസ്. ഇത് മിനി ഇത് എന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇത് പറയട്ടെ. എന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് കിട്ടിയ മെഡലൊക്കെ തൂക്കിയിടാനാണ്. വാങ്ങിച്ചതാണ്. എനിക്ക് ഉള്ള ഡ്രീം ഡയറിയാണ്. കാരണം ഞാൻ ജേർണലിംഗ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവക്കും അതുപോലെ ജേർണലിംഗ് ചെയ്യണം പറഞ്ഞൊരു ഡയറി വാങ്ങിച്ചതാണ്. ഞാൻ എൻ്റെ ഒരു ഓൾഡ് ഡയറിയിലാണ് ജേർണലിംഗ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറെ കാലം ആഗ്രഹിച്ച സംഭവം ബ്രഷ് പെൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ബട്ട് അത് വേറെ ടൈപ്പ് നോർമൽ സ്കെച്ചാണ്. അതും അവിടെ ഉണ്ടായിരുന്നു. കാരണം ബ്രഷ് പെൻ വന്നിട്ട് എനിക്ക് ബ്രഷ് പെൻ ഇല്ല. എനിക്ക് ബുക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ വാങ്ങിച്ചത്. അതിൽ ലൈറ്റ് കളേഴ്സ് ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് നമ്മളൊരു ക്യൂട്ട് ബുക്കാണ് കേട്ടോ. മിനിസോടെ ഇത് നമ്മൾ കാണിച്ചതായിരുന്നു. ക്ലാസ്സിൽ വാങ്ങിയ സമയം കാണിച്ചതാണ് അല്ലേ? ഉള്ള നമ്മൾ കാണിച്ചു തന്നിട്ടില്ല. ഇങ്ങനത്തെ കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. ഇതിനും കൂടി ഇങ്ങോട്ട് ആക്കിയത് കയറി പോകണം. അത് അങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഒത്തിരി പാടാണ്. ഇങ്ങനത്തെ ഒരു ക്യൂട്ട് എഴുതാനൊക്കെ പറ്റും. നെക്സ്റ്റ് സാധനം അതിന്റെ വലിയ വേർഷനാണ്. അത് എനിക്കുള്ളതാണ്. ഇത് എനിക്കുള്ളതാണ് വലിയ വേർഷൻ. മിനി സൈസ് തന്നെയാണ്. ചെറുതില്ല. ബട്ട് ഇവിടെ കുറെ ഡൂഡ്ലി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഡേറ്റ് എഴുതാനുള്ളതുണ്ട്. ഫോമിൽ എഴുതിയിട്ടുണ്ട്. ആ ഡയറി അവിടെ കാണും. അപ്പൊ നെക്സ്റ്റ് ഒരു ബണ്ടിൽ ബുക്കാണ് കേട്ടോ വാങ്ങിയത്. ഇത് സാധാരണ നോട്ട്ബുക്കാണ്. 12 ഉള്ളതാണ് കേട്ടോ. പിന്നെ വരുന്നത് എൻ്റെ ഒരു വാട്ടർ ബോട്ടിലാണ്. ഇത് എനിക്ക് വാങ്ങിയതാണ്. ഒരു ഫയലാണ്. ഇത്രയും ചെറിയ ഫയൽ എന്തിനാണ്? എനിക്ക് ഇഷ്ടമായി. നല്ല ക്യൂട്ടായിട്ടുള്ള ഫയലാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ വലിയ ഫയലിൻ്റെ ബാഗ് കുത്തി കയറ്റി കൊണ്ട് പോകാൻ കുറച്ച് പാടാണ്. ചെറിയ ഫയൽ A4 ഷീറ്റൊക്കെ മടക്കി വെച്ചുകൊണ്ട് പോരെ. എൻ്റെ ബ്ലാക്ക് പിങ്ക് നെയിൽ സ്ലിപ്പാണ്. ഇതില് ഇതായിരുന്നുണ്ട് 32 ഉണ്ട് കേട്ടോ. എനിക്കിനി 2 ബുക്കിലും കൂടെ ഒട്ടിക്കാനുള്ളൂ. ശരി, വേറെ എന്തെങ്കിലും ഒട്ടിക്കണം. എന്തെങ്കിലും വേറെ ബുക്കൊക്കെ അടുത്ത വർഷം നമുക്ക് ഒട്ടിക്കാലോ. സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് വേറെ ഉപയോഗിക്കാൻ പറ്റും. എനിക്കുള്ള നെയിം സ്ലിപ്പാണ്. ഇത് BTSന്റെ ആണ് കേട്ടോ. ഇതില് 32 കണ്ടില്ല. ഇത് ഒരേതാണ്. ഇതില് 32 നെയിം സ്ലിപ്സ് ഒക്കെ തന്നെയാണ്. ഇത് ആൽമണ്ട് ഇത് രണ്ടുമാണ് വാങ്ങിയത്. നെക്സ്റ്റ് ക്ലാസ്മേറ്റിന്റെ ഒരു ഡ്രോയിങ് ബുക്കാണ് കേട്ടോ. ഇതിലെ ഷീറ്റ് പീരീഡ് ഒക്കെ ഉള്ളത്. ഇതിലെ ഷീറ്റ് ആയിരിക്കും. നെക്സ്റ്റ് സാധനം നമ്മൾ ക്യാമലിന്റെ പെയിന്റിംഗ് കിറ്റ് ആണ്. പിന്നെ ഇതില് 3 ബ്രഷ് പെൻസ് വരുന്നുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് അത് കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ മെയിൻ വാങ്ങിയത്. ഇത് എന്റെ കൂട്ടുകാരിന്റെ കയ്യിലുണ്ട് കേട്ടോ ഈ 3 ബ്രഷ്. ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനാണ് കേട്ടോ നമ്മൾ മെയിൻ ആയിട്ട് വാങ്ങുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ബുക്കാണ്. ഇത് എക്സ്ട്രാ വാങ്ങിയതാണ് കേട്ടോ. ചിലപ്പോൾ ആവശ്യം വരും. ഇത് ക്ലാസ്മേറ്റിന്റെ നമുക്ക് റഫ് നോട്ട് ആയിട്ടോ അല്ലാതെ വേറെ എന്തെങ്കിലും ക്ലാസ്സസിന് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ അപ്സരേന്റെ 2 വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ഇതാണ് കൊടയാണ്. വേറെ ഇതെന്റെ അപ്പാപ്പന്റെ കൂടെയാണ് കേട്ടോ. ഇതായിട്ട് വാങ്ങിയാണ്. അപ്പൊ ഗൈസ് ഇത്രയാണ് നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.